ട്രിനിഡാഡ് ടൊബാഗോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാംലല്ല പ്രാണപ്രതിഷ്ഠ യാഥാർത്ഥ്യമായത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ സമൂഹം സ്വാഗതം ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിൽ നടന്ന മഹാകുംഭമേളയുടെ പുണ്യതീർത്ഥം ട്രിനിഡാഡ് ടൊബാഗോയിലെ ഗംഗാധരയിൽ സമർപ്പിക്കണമെന്നും ട്രിനിഡാഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദിനോട് അഭ്യർത്ഥിച്ചു. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ട്രിനിഡാഡ് ടൊബാഗോയിലെത്തിയത്. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, പറയൂ, വിവരങ്ങൾ എന്താണ്? പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് പ്രധാനമന്ത്രി ട്രിനിഡാഡ് ടൊബാഗോയിലെത്തിയത്. ഇന്നലെ ഘാനയിൽ നിന്ന് നേരെ ട്രിനിഡാഡ് ടൊബാഗോയിൽ എത്തുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാംലല്ലയുടെ പുനഃപ്രതിഷ്ഠ 500 വർഷത്തിന് ശേഷം നടന്നതിൽ ഏറെ സന്തോഷിക്കുന്നവരാണ് ട്രിനിഡാഡ് ടൊബാഗോയിലെ ഇന്ത്യൻ സമൂഹമെന്ന് അവരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. രാംലല്ലയുടെ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് അയോധ്യയിലെ സരയൂ നദിയിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യതീർത്ഥം തന്നോടൊപ്പം കൊണ്ടുവന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. ഈ പുണ്യതീർത്ഥം കൃത്യമായി ഗംഗാസ്ഥാനത്ത് അർപ്പിക്കണം, അതായത് ട്രിനിഡാഡ് ടൊബാഗോയിലെ ഗംഗാ സ്നാനിൽ സ്ഥാനത്ത് സമർപ്പിക്കണമെന്ന ഒരു നിലപാടും കൃത്യമായി പ്രധാനമന്ത്രി ട്രിനിഡാഡ് ടൊബാഗോ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഏറെ സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റു വിഷയങ്ങൾ, അതായത് മറ്റു തുടർ ചർച്ചാ വിഷയങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കമല പ്രസാദ് ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. 38ഓളം മന്ത്രിമാരും എം പിമാരും ചേർന്നാണ് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. ഏറ്റവും മികച്ച ഒരു നയതന്ത്ര സമീപനം ഭാരതത്തോട് വേണമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഈ സ്വീകരണത്തിൽ നിന്നും നൽകുന്ന സന്ദേശമെന്ന് വ്യക്തമാവുകയാണ്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്രിനിഡാഡ് ടൊബാഗോ സന്ദർശനത്തിന് ശേഷമായിരിക്കും ബ്രസീലിലേക്കും എല്ലാം തന്നെ യാത്ര തിരിക്കുക. ഈ 5 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ട്രിനിഡാഡ് ടൊബാഗോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം തുടർന്നും ആ രാജ്യവുമായുള്ള മികച്ച നയതന്ത്ര ബന്ധത്തിന്റെ തെളിവുകളായി മാറുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത, 99-ന് ശേഷം ആദ്യമായാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ട്രിനിഡാഡ് ടൊബാഗോയിൽ എത്തുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. തുടർ വാർത്തകളിലെല്ലാം തന്നെ ട്രിനിഡാഡ് ടൊബാഗോയുമായുള്ള ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള നീക്കങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന ഒരു നയതന്ത്ര നയം, അല്ലെങ്കിൽ ആഗോള നയതന്ത്ര നയവും കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദമാകാൻ G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഭാരതത്തിനെ സാധിക്കുകയും അവരെ ഉൾച്ചേർക്കാൻ സാധിക്കുകയും ചെയ്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനങ്ങളെല്ലാം തന്നെ എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ഗ്ലോബൽ സൗത്തിനെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. ശരിയായി സർ.